Hi, I am Rojas Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2025 കീം എക്സാമിനേഷൻ ത്രൂ എഞ്ചിനീയറിങ്ങിനും ബി ഫാമിനും നമുക്കറിയാം കേരളത്തിൽ എഞ്ചിനീയറിങ്ങിനും ബി ഫാമിനും അഡ്മിഷൻ ലഭിക്കാൻ നമ്മൾ കേരള എൻട്രൻസ് കമ്മീഷനുടെ കീം എക്സാമിനേഷനാണ് എഴുതേണ്ടത്. എല്ലാ വിദ്യാർത്ഥികളും കീമിന് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റായ ckerala.gov.in എന്ന വെബ്സൈറ്റിൽ എൻ്റർ ആയതിനു ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് അവരവരുടെ ഹാൾ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാം. നമുക്കറിയാം കീമിന് 2 എക്സാമിനേഷനാണുള്ളത്. ഒന്ന് എഞ്ചിനീയറിംഗ് സെക്ടറിൽ കേരളത്തിലെ 12 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും അതുപോലെ ഗവൺമെൻറ് കൺട്രോൾഡ് ക്യാമ്പസുകളായ 25ഓളം ക്യാമ്പസുകളിലേക്കും കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ മുഴുവൻ ക്യാമ്പസുകളിലേക്കും അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കീമിൻ്റെ എഞ്ചിനീയറിംഗിൻ്റെ എക്സാമിനേഷനാണ് ഒരു കാൻഡിഡേറ്റ് എഴുതേണ്ടത്. ഈ കീം എഞ്ചിനീയറിംഗിൻ്റെ എക്സാമിനേഷൻ 3 അവേഴ്സിൻ്റെ ഓൺലൈൻ എക്സാമിനേഷനാണ്. ഈ 2025 ഏപ്രിൽ 23 മുതൽ 29 വരെയാണ് എക്സാമിനേഷൻ്റെ ഡേറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ഹാൾ ടിക്കറ്റിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്ക് 2 ദിവസം 24th 29th ഈ 2 ദിവസം ബി ഫാമിൻ്റെ എക്സാമിനേഷനുണ്ട്. 23 25 to 29 എഞ്ചിനീയറിംഗിൻ്റെ എക്സാമിനേഷൻ നടക്കുക. എഞ്ചിനീയറിംഗിന് നമുക്കറിയാം 3 അവേഴ്സിൻ്റെ എക്സാമിനേഷന് മാത്സ് 75 ക്വസ്റ്റ്യൻസും ഫിസിക്സ് 45 ക്വസ്റ്റ്യൻസും കെമിസ്ട്രി 30 ക്വസ്റ്റ്യൻസും വരുന്ന ടോട്ടൽ 150 ക്വസ്റ്റ്യൻസിൻ്റെ 3 അവേഴ്സിൻ്റെ എക്സാമിനേഷനാണ് കീം എക്സാമിനേഷൻ ഒരു കാൻഡിഡേറ്റ് എഴുതേണ്ടത്. ഒരു ഉത്തരം ശരിയായിട്ട് എഴുതിയാൽ 4 മാർക്കും തെറ്റെഴുതിയാൽ -1 മാർക്കുമുണ്ട്. അപ്പം നമുക്ക് ഹാൾ ടിക്കറ്റ് വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടോ കളറായിട്ടോ ഡൗൺലോഡ് ചെയ്യാം. ഈ ഡൗൺലോഡ് ചെയ്യുന്ന ഹാൾ ടിക്കറ്റിൽ നാം അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഫോട്ടോയും സിഗ്നേച്ചറും കൃത്യമായിട്ടുണ്ട് എന്ന് എല്ലാ കാൻഡിഡേറ്റ്സും എൻഷുർ ചെയ്യുക. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഹാൾ ടിക്കറ്റാണ് എക്സാമിനേഷൻ ഹാളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം ഈ ഹാൾ ടിക്കറ്റിനോടൊപ്പം ഒരു കാൻഡിഡേറ്റ് കയ്യിൽ കരുതേണ്ടത് ഒരു പെൻ കയ്യിൽ കരുതണം. ദെൻ മൂന്നാമതായിട്ട് വേണ്ടത് ഒരു വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫാണ്. ഒരു ഫോട്ടോ ഉള്ള വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ്. നമുക്കത് ആധാർ കാർഡ് യൂസ് ചെയ്യാം, +2 ഹാൾ ടിക്കറ്റ് യൂസ് ചെയ്യാം, വോട്ടേഴ്സ് ID കാർഡ് യൂസ് ചെയ്യാം, ഡ്രൈവിംഗ് ലൈസൻസ് യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു ഫോട്ടോ ഉള്ള വാലിഡ് ID കാർഡ് കയ്യിൽ കരുതണം. ഇനി എക്സാം ഹാളിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ പാടില്ലാത്തത് ഒത്തിരി മെറ്റൽ പാർട്ടുകളുള്ള ഡ്രസ്സുകൾ ധരിക്കാതിരിക്കുക, ഓർണമെൻറ്റ്സുകൾ കഴിവതും ഒഴിവാക്കുക. ഇങ്ങനെ 3 മണിക്കൂറിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ 2 മണി മുതൽ 5 മണി വരെയുള്ള എക്സാമിനേഷൻ. ഈ എക്സാമിനേഷന് കാൻഡിഡേറ്റ്സ് എക്സാം സെൻറ്ററിൽ എത്തേണ്ടത് 12 മണി മുതൽ 1:30 വരെയുള്ള സമയത്താണ് എക്സാമിനേഷൻ ഹാളിൽ എത്തേണ്ടത്. ഇങ്ങനെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് എക്സാം ഹാളിലേക്ക് എൻ്ററായി കഴിഞ്ഞാൽ അവർക്ക് ഓൺലൈനായിട്ട് തന്നെ ആ സെയിം ടൈമിൽ ഒരു ഡെമോ എക്സാമിനേഷൻ മോക്ക് ടെസ്റ്റ് പേപ്പറും എഴുതാനുള്ള ടൈം അവിടെ അനുവദിക്കും. അതിനുശേഷം 2 മണിക്ക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി 1:30 ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആരെയും എക്സാം ഹാളിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കത്തില്ല, എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് എൻ്റർ ചെയ്യാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ അതിൽ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടാവും, എക്സാമിനേഷൻ വെന്യൂ ഉണ്ടാവും, ടൈം ഉണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നാം എക്സാമിനേഷൻ ഹാളിലേക്ക് പോകണം. ഇനി എക്സാമിനേഷന് നമുക്ക് 2 എക്സാമിനേഷനാണ് കീം നടത്തുന്നത്. ഒന്ന് എഞ്ചിനീയറിംഗ് അഡ്മിഷന് വേണ്ടിയിട്ടും മറ്റൊന്ന് ബി ഫാമിന് വേണ്ടിയിട്ടും. അപ്പോൾ 2നും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് 2 എക്സാമിനേഷനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതണം. എഞ്ചിനീയറിംഗിന് നമുക്ക് എഞ്ചിനീയറിംഗ് നാം എക്സാം എഴുതണമെങ്കിൽ അതിൻ്റെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. ബി ഫാമിന് നാം എക്സാമിനേഷൻ എഴുതണമെങ്കിൽ അതിൻ്റെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഓരോ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഓരോ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടൈമും വെന്യൂവും സെൻറ്ററും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ കൃത്യസമയത്ത് പോയി നാം എക്സാമിനേഷൻ എഴുതുക. ഇനി ബി ഫാമിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 1.5 അവേഴ്സിൻ്റെ എക്സാമിനേഷനാണ്. എഞ്ചിനീയറിംഗിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 3 അവേഴ്സിൻ്റെ എക്സാമിനേഷനാണ്. ഇനി ഈ എക്സാമിനേഷന് നമ്മൾ പഠിക്കേണ്ടത് നമുക്കറിയാം, 11th 12th പഠിക്കുന്ന NCERTയുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്ട്സ് നന്നായി പഠിച്ചുകൊണ്ട് വേണം എഞ്ചിനീയറിംഗ് എക്സാം എഴുതാൻ. ഇനി ബി ഫാമിൻ്റെ എക്സാമിനേഷനാണ് കെമിസ്ട്രിയും ഫിസിക്സുമാണ് വരുന്നത്. ഈ സബ്ജക്ട്സ് നന്നായിട്ട് പഠിച്ചു വേണം എക്സാമിനേഷൻ എഴുതാൻ. ഇനി ഈ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കണ്ടു, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റോ കളറോ ഏത് രീതിയിൽ വേണം ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൽ ഫോട്ടോയോ സിഗ്നേച്ചറോ ഇല്ലെങ്കിൽ
നിങ്ങൾ കൃത്യമായിട്ട് ഫോട്ടോയും സിഗ്നേച്ചറും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് സ്ലോ ആവുകയോ അല്ലെങ്കിൽ നമ്മൾ അന്ന് അപ്ലോഡ് ചെയ്ത സമയത്ത് എന്തെങ്കിലും എറർ വരികയോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഹോൾ ടിക്കറ്റ് കിട്ടത്തില്ല, അല്ലെങ്കിൽ അതിൽ ഫോട്ടോയും സിഗ്നേച്ചറും ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു കാര്യം വന്നാൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, അതിലൊരു എറർ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കേരള എൻട്രൻസ് കമ്മീഷനുടെ ഓഫീസിലേക്ക് ഒരു മെയിൽ അയച്ചു കൊടുക്കുക. നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട എന്തെങ്കിലും മിസ്റ്റേക്കുകൾ അവിടെ പറയുന്നുണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകൾ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ 24 അവേഴ്സിനുള്ളിൽ നമുക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള അവസരം കേരള എൻട്രൻസ് കമ്മീഷൻ തരും. അപ്പോൾ ഇതിൽ പാനിക്കാകാതെ എനിക്ക് ഹാൾ ടിക്കറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ അതിൽ ഫോട്ടോ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ കേരള എൻട്രൻസ് കമ്മീഷനുടെ ഓഫീസുമായി ആ കാൻഡിഡേറ്റ് ഇമ്മീഡിയറ്റ് കോൺടാക്റ്റ് ചെയ്യുക. രണ്ട് രീതിയിൽ, ബൈ ഫോൺ നമുക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ മെയിൽ ത്രൂ കോൺടാക്ട് ചെയ്യാം. നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുത്താൽ 24 അവേഴ്സിനുള്ളിൽ നമുക്ക് ഹാൾ ടിക്കറ്റ് ലഭിക്കും. ഇങ്ങനെ ഹാൾ ടിക്കറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ +1 +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സും കെമിസ്ട്രിയും ഫിസിക്സും ത്രൂ നടക്കുന്ന ബി ഫാമിൻ്റെയോ എഞ്ചിനീയറിംഗിൻ്റെയോ എക്സാമിനേഷൻ എഴുതി കേരളത്തിലെ എഞ്ചിനീയറിംഗിനോ ബി ഫാമിനോ നമുക്കൊരു അഡ്മിഷൻ നേടാം. ഇങ്ങനെ എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ ഹാളിൽ പോകുമ്പോൾ അവിടെ നമുക്ക് 3 കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞു. ഹാൾ ടിക്കറ്റ്, പെന്ന്, ID പ്രൂഫ്. ദെൻ നമ്മൾ മെറ്റൽ പാർട്ടുകളുള്ള ഡ്രസ്സുകളും ഓർണമെൻറ്റ്സും ഒഴിവാക്കുകയും വേണം. ഇനി നാം എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് മെയ് ഒരു ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോട് കൂടി തന്നെ നമ്മൾ എഴുതിയ എക്സാമിനേഷൻ്റെ സ്കോറ് പബ്ലിഷ് ചെയ്യും. ആ സ്കോറ് പബ്ലിഷ് ചെയ്തതിന് ശേഷം +2ൻ്റെ റിസൾട്ടും പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ എൻട്രൻസ് എക്സാമിനേഷൻ്റെ സ്കോറും +2ൻ്റെ മാർക്കും കൂടെ 1:1 എന്നുള്ള റേഷ്യോയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കേരള എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അതുപോലെ ബി ഫാമിൻ്റെ റാങ്ക് ലിസ്റ്റ് സെപ്പറേറ്റും പബ്ലിഷ് ചെയ്യും. ഇതിനെ ബേസ് ചെയ്തിട്ട് നടക്കുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുന്നതിലൂടെയാണ് നമുക്ക് ഓരോ ക്യാമ്പസുകൾ നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇപ്പോൾ ക്യാമ്പസിനെ കുറിച്ചൊന്നും തിങ്ക് ചെയ്യണ്ട. ഏറ്റവും നല്ല മാർക്ക് ഒരു എഞ്ചിനീയറിംഗിനാണെങ്കിൽ ഔട്ട് ഓഫ് 600-ൽ ഒരു ഉത്തരം ശരിയായിട്ട് എഴുതിയാൽ 4 മാർക്ക്. അപ്പോൾ 150 × 4 600 ഔട്ട് ഓഫിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത രീതിയിൽ നാം നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കീം ത്രൂ എഞ്ചിനീയറിംഗിനോ ബി ഫാമിനോ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളിലും തങ്ങളുടെ പ്രൊഫൈൽ പേജിൽ എൻ്ററായി ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക, കൃത്യമായിട്ട് എക്സാമിനേഷൻ എഴുതുക, ഏറ്റവും നല്ലൊരു ക്യാമ്പസിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം കൃത്യമായി തന്നെ പ്രയോജനപ്പെടുക. എല്ലാ വിദ്യാർത്ഥികൾക്കും അത് സാധിക്കട്ടെ. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ പോലും നന്നായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ പോർഷൻസ് നന്നായിട്ട് റിവിഷൻ ചെയ്യാനും ഇതിനേക്കാൾ ഉപരി മോഡൽ എക്സാമിനേഷൻ നന്നായിട്ട് എഴുതാനും എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ആൽഫ അക്കാഡമിയിൽ പഠിച്ചു കഴിയുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഇപ്പോൾ മോഡൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മോഡൽ എക്സാമിനേഷൻ ത്രൂ നമുക്ക് ഏറ്റവും നല്ലൊരു മാർക്കിലേക്ക് എത്തത്തക്ക രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതിനോടൊപ്പം കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ തന്നെ അവർ ഒരു മോക്ക് ടെസ്റ്റ് പേപ്പറും ഈ ഹാൾ ടിക്കറ്റിനോടൊപ്പം തന്നെ ഒരു കാൻഡിഡേറ്റ് ചെയ്തു നോക്കാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വെബ്സൈറ്റിൽ എൻ്റർ ആകുന്ന സമയത്ത് തന്നെ ഒരു മോക്ക് ടെസ്റ്റ് കേരള എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റ് ത്രൂ നമുക്ക് അറ്റൻഡ് ചെയ്യാം. എക്സാമിനേഷൻ ഹാളിൽ ചെന്ന് എക്സാം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. ഇതിനൊക്കെ മാത്രം ഈ 1-2 മോക്ക് ടെസ്റ്റ് നമ്മൾ എഴുതിയാൽ പോരാ. നമ്മൾ ഈ പഠിക്കുന്ന ലാസ്റ്റ് ടൈമിൽ ഏറ്റവും നന്നായിട്ട് മാക്സിമം മോഡൽ എക്സാമിനേഷൻസ് എഴുതി നമുക്കൊരു നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വരാം, വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ്.